സത്താജിക ധാബയിലാണ്. നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. സത്താജിക ധാബ എന്ന് പറഞ്ഞാൽ നല്ല കൊച്ചിയിൽ നല്ല അടിപൊളി പഞ്ചാബി ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ചെയ്തിരിക്കുന്ന ഒരു സത്താജിയാണ്. അപ്പോൾ സത്താജി മേളിൽ കാണും. നമുക്ക് മേലോട്ട് കയറുമ്പോൾ പറ്റുവാണെങ്കിൽ നമുക്കൊരു ടോക്ക് നടത്താം ഇതിനെപ്പറ്റി. അപ്പോൾ ഇവരുടെ കുറേ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കയറി കഴിക്കാം. എന്നോട് എൻ്റെ ഫ്രണ്ട് കിരണുണ്ട്. കിരൺ മേലോട്ട് കയറി. അപ്പോൾ നമുക്ക് കിരണാകുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ നമുക്ക് കിരണിൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. ലൊക്കേഷൻ പറയുവാണെങ്കിൽ നമ്മുടെ കച്ചേരിപ്പടി പാനജി റോഡിലാണിത്. നമ്മുടെ MG റോഡിനടുത്താണ്. ഇവർക്ക് വേറൊരു റെസ്റ്റോറൻറ്റും ഉണ്ട് നമ്മുടെ കളമശ്ശേരിയിൽ. ഞാൻ എന്തായാലും ഈ ലൊക്കേഷൻ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് ഹോട്ടലിലെ ഓണറിലെ സംസാരിച്ച് നമ്മളിവിടുത്തെ മാനേജറിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. എങ്ങനെ ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ സർക്കാരി. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു മോട്ടോ എന്താണ്? പഞ്ചാബി ഫുഡ് പഞ്ചാബി സ്പെഷ്യൽ പഞ്ചാബി. എത്ര വർഷം തുടങ്ങിയിട്ട്? 4 വർഷം. ചിക്കൻ ഐറ്റംസ്, ഫിഷ്, മട്ടൺ, വെജിറ്റബിൾസ്, മട്ടൺ റാറ മട്ടൺ റാറ സ്പെഷ്യൽ. പിന്നെ ചിക്കൻ ടിക്ക, തന്തൂരി ഐറ്റംസ്. ഏറ്റവും മൂവിങ് ഏതാണ്? ഏറ്റവും മൂവിങ് ബട്ടർ ചിക്കനൊക്കെ നല്ല മൂവിങ്. പിന്നെ മട്ടൺ റാറ. നിങ്ങളുടെ റൊട്ടിയിൽ പ്യൂർ മീറ്റ് തന്നെയാണ്? അതെ. ഡോണ്ട് മിക്സ് മൈദ. അതൊരു പ്രത്യേകതയാണ്. ഇവർ മൈദ മിക്സ് ചെയ്യുന്നത്. നമ്മൾ നോർമലി നമുക്ക് കിട്ടുന്ന മൈദ മിക്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പ്യൂർ മീറ്റാണ്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാകും. നമുക്കപ്പോൾ സ്റ്റാർട്ടേഴ്സ് തന്നെ തുടങ്ങാം. നമുക്കപ്പോൾ മാനേജറിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏത് ബെസ്റ്റ് ഏതാണെന്നുള്ളത് ഇവർ തന്നെ ഓർഡർ ചെയ്ത് തരും. നമുക്കപ്പോൾ സ്റ്റാർട്ടേഴ്സ് തന്നെ തുടങ്ങാം. ഇതിൽ ബെസ്റ്റ് ഏതാണ്? ബെസ്റ്റ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഹരിയാലി ഡിഷാണ്. അത് ഗ്രീൻ കളറിലായിരുന്നു. മീൻ ചട്നി, പുതിന, ഗ്രീൻ ചില്ലി ചട്നിയുടെ കോട്ടിങ്. അതെ, ഗ്രീൻ കളറായിരുന്നു. സ്റ്റാർട്ടേഴ്സിൽ ചിക്കൻ ഹരിയാലി. പിന്നെ പനീറിൻ്റെ വെജിലല്ലേ? വെജിൽ നല്ല സോഫ്റ്റുള്ള പനീർ. ഹാഫ് മതി. ബോണസ് ആക്കുക. പട്ടത്തിനും ബോണസ് ആക്കുക. അത് ഞാൻ കേട്ടില്ല. അപ്പോൾ നമുക്ക് ലസ്സി കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലസ്സിയും ആൻഡ് മസാല പപ്പട്. ഇതൊരു കോമ്പിനേഷനാണ്. ഇരം പറയാമായിരുന്നു മസാല പാപ്പട ലസ്സി നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ? സൂപ്പറായിട്ട്. ഈ ലസ്സി കുടിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഒത്തിരി ലസ്സി കടകളുണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. അടിപൊളി ലസ്സിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടേഴ്സ് വന്നു. ഇത് ചിക്കൻ ഹരിയാലി ടിക്ക. പിന്നെ ഇത് പനീർ ടിക്ക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടേഴ്സ് കഴിച്ച് തുടങ്ങാം.
വലിയ കടയാണ്. പിന്നെ എൻ്റെ കൊള്ളാം. ഇത് ചിക്കൻ ഹരിയാലി ടിക്ക, ഒരു ഗ്രീൻ കളറാണ്, ആ ഒരു മസാല തേച്ചിട്ടുള്ളതാണ്. എല്ലാ പ്രാവശ്യം ഞാനല്ല അഭിപ്രായം പറഞ്ഞത്, ഈ പ്രാവശ്യം കിരണാണ് നമ്മുടെ അഭിപ്രായം പറഞ്ഞത് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന്. കാരണം കിരൺ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ച് നല്ല പരിചയമുണ്ട്. ആൾ നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിച്ച് വളർന്ന ആളാണ്. അപ്പോൾ പുള്ളി കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യൻ ഫുഡിനെ പറ്റി കുറച്ചുകൂടെ അഭിപ്രായമുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് കിരണിൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും എങ്ങനെ ഉണ്ട്. നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഗാർലിക് നാനാണ്. ഇത് ലച്ച പൊറോട്ട, ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. ഞാൻ ലച്ച പൊറോട്ട മുമ്പ് കഴിച്ചിട്ടുണ്ട്, കിരൺ കഴിച്ചിട്ടുണ്ട്. കിരൺ തന്നെ ഇത് അഭിപ്രായം. പിന്നെ ഇത് ബട്ടർ ചിക്കൻ, ബോൺലെസ് ആണ് ബട്ടർ ചിക്കൻ. നല്ല ഗ്രേവി, ബോൺലെസ് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ നല്ല മണം അടിക്കുന്നത്. ബട്ടർ ചിക്കൻ അടിപൊളിയാണ്. നാനും കൊള്ളാം കേട്ടോ. ബട്ടർ നാൻ, ഗാർലിക് നാൻ, ബട്ടർ നാൻ അല്ല ഗാർലിക് നാൻ. ഈ ലച്ച പൊറോട്ടയും വീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പ്യൂർ വീറ്റാണ്. ഇവർ മൈദ മിക്സ് ചെയ്തിട്ടില്ല. ബട്ടർ ചിക്കനായിട്ട് ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ്, അടിപൊളി കോമ്പിനേഷനാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടുത്തെ ബട്ടർ ചിക്കൻ ഒരു മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ചിക്കൻ ഹരിയാലി ടിക്ക, അതും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഞങ്ങൾ നല്ല ഹെവിയായിട്ട് ഫുഡ് കഴിച്ചു. എനിക്കൊരു എല്ലാ ഡിഷും ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് ബട്ടർ ചിക്കനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല ബട്ടർ ചിക്കനാണ്. കിരിഞ്ഞെടുത്ത് വയ്ക്കാം, കിരണാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചിക്കൻ ഹരിയാലി ടിക്ക, അതാണ് ഏറ്റവും നല്ല ആയിട്ട്. ചിക്കനായിട്ടൊക്കെ കൊള്ളാം കേട്ടോ. ഞാനും കൊള്ളാം. ഗാർലിക് നാൻ അടിപൊളിയാണ്. ഗാർലിക് നാൻ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാത്തിനും ഇവരുടെ ഒരു സിഗ്നേച്ചർ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്കൊന്നും ഇവർ ആ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്തതാണെന്ന് തോന്നി. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമാണ്. നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാളൊക്കെ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ്. നല്ല കിരണമുണ്ട് കൂടെ. നല്ല ഫുഡാണ്, എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. നിനക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു? ചിക്കൻ ടിക്ക ഹരിയാലി. ചിക്കൻ ഹരിയാലി ടിക്ക, ചിക്കൻ ഹരിയാലി ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളിയാണ്. ആ ഒരു ഗ്രീൻ കളറാണ് ആ ചിക്കന്, അതിൻ്റെ ഒരു ബേസിന്. പക്ഷേ അടിപൊളി ചിക്കനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ ഡിഷസും കൊള്ളാം കേട്ടോ. റേറ്റ് കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല. പണ്ടും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ അവർക്ക് റേറ്റ് കൂടുതലാണ്. പക്ഷേ എനിക്കിത് കൂടുതലായിട്ട് തോന്നില്ല. കാരണം നമ്മൾ പുറത്തുനിന്നും ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട്, തന്തൂരി ചിക്കൻ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരിക്കലും കൂടുതലല്ല. കാരണം അവരുടെ ഒരു ഒതൻറ്റിക് ടേസ്റ്റാണ്. അപ്പോൾ അതൊരിക്കലും കൂടുതലല്ലേ, റേറ്റ് അഫോർഡബിൾ റേറ്റ് ആണ്. ഒരിക്കലും അത് കൂടുതലല്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഫുഡ് വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് റോണി തെങ്ങുമ്പള്ളി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.